രണ്ടാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച മെത്രാന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ അപ്പോളിനാരിസ്. യൂസേബിയൂസ്, വിശുദ്ധ ജെറോം, തിയോഡറേറ്റ് തുടങ്ങിയവർ ഈ വിശുദ്ധനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മാർക്കോസ് ഒറേലിയൂസ് എന്ന ചക്രവർത്തി മൊറാവിയ എന്നറിയപ്പെടുന്ന രാജ്യത്ത് കൊടിയ എന്ന ജനങ്ങൾക്ക് മേൽ വിജയം നേടിയിരുന്നു. ഇദ്ദേഹത്തിന്റെ സൈനിക വിഭാഗം മുഖ്യമായും ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്തുമതത്തിന്റെ നിലനിൽപ്പിനായി നിരവധി വാദങ്ങൾ വിശുദ്ധൻ മാർക്കസ് ഒറേലിയൂസ് മുഖാന്തരം സമർപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ സൈന്യം വെള്ളത്തിനായി ദാഹിച്ചു വലയുമ്പോൾ അവർ മുട്ടിന്മേൽ നിന്ന് വെള്ളത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി പെട്ടെന്ന് കാറ്റോട് കൂടി ശക്തമായി മഴ പെയ്തു. അതേ തുടർന്ന് ചക്രവർത്തി ഈ സൈനിക വിഭാഗത്തിന് ഇടിമുഴക്കത്തിന്റെ സൈന്യം എന്ന നാമം നൽകുകയും തന്റെ മതപീഡനം അവസാനിപ്പിക്കുകയും ചെയ്തു. ഹീറാപോളിസിലെ മെത്രാനായിരുന്ന വിശുദ്ധ അപ്പോളിനാരിസ് മതപീഡനത്തിൽ നിന്ന് തന്നെയും തന്റെ ജനതയെയും സംരക്ഷണം അപേക്ഷിച്ചും ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുടെ ഫലമായി തനിക്ക് ദൈവം തന്നെ സഹായങ്ങളെപ്പറ്റി ചക്രവർത്തി ഓർമ്മിച്ചുകൊണ്ടാണ് ന്യായവാദങ്ങൾ ചക്രവർത്തി സമക്ഷം സമർപ്പിച്ചത്. വിശുദ്ധൻ മരിച്ച തീയതിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. എങ്കിലും 175 മാർക്കസ് ഒറേലിയൂസ് ചക്രവർത്തിയുടെ മരണത്തിന് മുൻപായിരിക്കും വിശുദ്ധന്റെ മരണമെന്ന് കരുതപ്പെടുന്നു.